അപ്പോൾ അതാ ഗൈസ് നല്ല മഴയാണ്. ഇന്ന് നമ്മളുടെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും മദ്രസകൾക്കും ഒക്കെ അവധിയല്ലേ. വെള്ളം കണ്ട ഞങ്ങളെ മുറ്റത്തുള്ള വെള്ളമാണ്. ഇത് ഞങ്ങളെ എട്ട് തോട്ടത്തിലെ വെള്ളമാക്കാം. ഒന്ന് കയറ് അത്ത് കയറ് കേക്ക് ഞങ്ങളെ കിണറ്റത്തെ വെള്ളം. അപ്പോൾ ഇപ്പോഴത്തെ കൈയിട്ട് എടുത്താക്കാം. കൈയിട്ട് ഇങ്ങനെ എടുത്താൽ പിന്നെ ഷൂട്ട് ചെയ്യാനാണ് എനിക്ക് പറ്റാത്ത കയറടാ. പിന്നെ അതാ നമ്മളെ കിണറ്റത്തെ വെള്ളവും പിന്നെ മുറ്റത്തെ വെള്ളവും ഒപ്പാണ്. ഇനി ഇത് വറ്റിയാൽ കിണറ്റിൽ വറ്റിയാൽ അത് വറ്റും കേട്ടോ. മുറ്റത്തെ വെള്ളം വറ്റും. ഇതിപ്പോൾ രാവിലെ കേട്ടോ, ഏകദേശം ഒരു 11 മണി 11:30 ആയിട്ടുള്ളൂ കേട്ടോ. ആ സമയത്താണ് ഇപ്പോൾ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, സാധാരണ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനെ വെള്ളം ഇത്ര നിൽക്കാറില്ല. പ്രളയം ഉണ്ടാവുമോ എന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ ഈ അസ്മിക്കുട്ടിനെ കാണാതെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയ അസ്മി കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ വരും. കണ്ടോ വെള്ളം നല്ലോണം ഉണ്ട്. എനിക്ക് തന്നെ മുട്ടിൽ കണ്ടാ വെള്ളം നിൽക്കണത്. പിന്നെ ഇനി മോനക്ക് പോയിട്ട് കഞ്ഞി കൊടുക്കണം. അസ്മിക്കുട്ടിന് ഹായ് കൊടുത്തോ. ഹായ്. ഞങ്ങളിതാ കഞ്ഞി കുടിക്കാൻ പോകുന്നു. അസ്മിക്കുട്ടിക്ക് കഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സാലഡ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ ഉപ്പേരി, പിന്നെ കൊഞ്ച് ഫ്രൈ ആക്കാനാണ്. ഇത് വെള്ളം വെച്ച് വലിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെന്താണ് ഇതാ ഇന്നത്തെ കൊഞ്ച് കറി തന്നെയാണ്, തേങ്ങ അരച്ച് വെച്ച കറിയാണ്. അപ്പുറത്ത് പോവാം. അപ്പം നമ്മളിത് എന്താ ചെയ്യാൻ പോവാണ്? നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാണ് അല്ലേ. ഇത് കഞ്ഞിക്ക് എന്താ സ്പെഷ്യൽ പറഞ്ഞാൽ? ഇതെന്താ സ്പെഷ്യൽ? ഇതെന്തൊക്കെയാണ്? മുളകില്ല, നമ്മൾ കുരുമുളക് പൊടി. കുരുമുളകിന് എന്താ പറയുക? ബ്ലാക്ക് പെപ്പർ. അപ്പം ഞങ്ങൾ കഞ്ഞി എടുക്കാൻ പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാ ഗൈസ് അസ്മിക്കുട്ടി ഒറ്റക്ക് തിന്നത്. ഗുഡ് ബോയ്. എന്നാ സാലഡ് എടുക്കൂ. സംതം സൂപ്പർ. ദേ ഉണ്ടോ, 12 മണിയായിട്ട് അപ്പോഴാണ് കഞ്ഞി കുടിക്കുന്നത്. ഓക്കെ, ഗുഡ് ബോയ്. അപ്പോൾ അതാ അസ്മിക്കുട്ടന് കുടക്ക് എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ കളിക്കാനാട്ടോ. അവനക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമല്ല. കാരണം ഇത്രയും വെള്ളം കയറിയിട്ട് അവന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഏകദേശം ഉച്ചയായപ്പോക്കിന് വെള്ളം എത്ര ആയിട്ടാണ് കണ്ട മുറ്റത്തേക്കൊക്കെ കയറി. ജയാനെ ഇവിടെ വാ. അപ്പോൾ അതാ നമ്മളുടെ വെള്ളം ഏകദേശം മുറ്റത്തിൽ നിന്ന് കുറച്ചും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, മാറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞങ്ങൾ പാക്കിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ മുറ്റത്തെ പെരക്കാർ നേരത്തെ തന്നെ ഒക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞു. ആ വീട്ടിലാണ് ആദ്യം കയറുക, എന്നിട്ടേ ഞങ്ങളെ വീട്ടിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഏകദേശം അത്യാവശ്യം വേണ്ട സാധനം ഇതൊക്കെ എനിക്ക് കട്ട് ചെയ്യാനുള്ള കേട്ടോ. കട്ട് ചെയ്ത് വെച്ചതും കട്ട് ചെയ്യാനുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കടയിലേക്ക് കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കണം.
പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനാട്ടപ്പോൾ റാക്കിൻ്റെ മേലെ കയറി ഞാൻ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. വർഷമാണ് എടുത്തു തരുന്നത്. അപ്പോൾ അതിനിടയിൽ ഇതാ ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലത്തെ ഉരുൾപൊട്ടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു നോവാണല്ലേ, എത്ര പേരാണ് മരിച്ചത്. പിന്നെ വേറെന്താ, ഇതാ ഞങ്ങൾ പാക്കിങ് ഞങ്ങളുടെ റൂമത്തെ കഴിഞ്ഞ് പിന്നെ ഈ റൂമത്തെ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ അലമാറത്തെ ഫുള്ള് സാധനങ്ങളും എടുത്തു വെച്ചു. ഒന്നാമത് 2 വർഷം ഇവിടെ വെള്ളം കയറിയോണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇനി അഥവാ കയറിയാലോ എന്നറിയില്ല. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വേണ്ടത് എടുത്തു, വേണ്ടാത്തതൊക്കെ റാക്കിൻ്റെ മേലെ എടുത്ത് വെച്ചു. അപ്പോൾ അത് ഇത് കണ്ട, ഇതൊക്കെ എനിക്ക് ഇനി റാക്ക് ബുക്ക് എടുത്തേക്കാനുള്ളതാണ് കേട്ടോ. കണ്ടോ, ഇത്രയാണ് സാധനങ്ങൾ. ഇനിയിപ്പോൾ ഈ ബെഡ് മാറ്റിയിട്ട് ഈ ടേബിൾ കട്ടുമ്മക്ക് ഇട്ടിട്ട് ആ കട്ടിലിൻ്റെ മേലെ ടേബിളിൻ്റെ മേലെ ബെഡ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ബെഡ് നനയില്ലല്ലോ. അപ്പോൾ അതാ കണ്ട, ഇനി ഇതൊക്കെ കണ്ട് എടുത്ത് വെക്കണം. അപ്പോൾ അതാ ഗായ്സ്, വെള്ളം ഏകദേശം ഇവിടെ എത്തി തുടങ്ങിയിട്ടാണ്. അങ്ങനെ വെള്ളം കൂടി കൂടി വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മാറാമെന്നുള്ള വിചാരത്തിലാണ്. പിന്നെ ഇതാ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ പിന്നെ ഇതിൻ്റെ മേലേക്ക് വെച്ചു. കണ്ടോ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചിട്ടാണ്. അതേ കണ്ട, ടേബിളിൻ്റെ മേലേക്ക് 2 ബെഡ്, ഞങ്ങളെ ബെഡും പിന്നെ അപ്പുറത്തെ റൂമത്തെ ബെഡും അതിൻ്റെ മേലെ വെച്ചു. പിന്നെ കട്ടിൽ നനഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ബെഡ് നനഞ്ഞാലല്ലേ ബുദ്ധിമുട്ട് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐഡിയ ആണ്, ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിനി വേറെ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ട, ഈ കട്ടിലും അവിടെ വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അതാ ടി വി ഒക്കെ എടുത്ത് വെച്ചു, എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വിചാരിക്കണു രാത്രി ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കാമല്ലോ. അപ്പോൾ അതാ ഞങ്ങളുടെ അടുത്ത അയൽവാസിലത്തെ ഒരു വീടാണ്. അത് മുന്നേ വാടകക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ വാടകക്കാരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നിൽക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ഡ്രസ്സാണെങ്കിലും പിന്നെ എല്ലാ സാധനങ്ങളും, അതായത് ചായക്കുള്ള ആവശ്യങ്ങളും പിന്നെ ചോറിനുള്ളതും അങ്ങനെ എല്ലാതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾ കിടക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അസ്മിക്കുട്ടിക്ക് കിടക്കാൻ ഒരു ചെറിയൊരു ബെഡുണ്ട്, അത് കൊടുത്തുട്ടോ. പിന്നെ വേറെന്താ, അസ്മി നല്ല സന്തോഷത്തിലാണ്, ഇതേ കണ്ടോ. അപ്പോൾ ഇതാണ് രാത്രികത്തെ അവസ്ഥ. വെള്ളം ഏകദേശം തിണ്ടുമ്മൊക്കെ എത്തി തുടങ്ങി. ഇനി എന്തായാലും രാവിലെ വെള്ളം കയറും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.